ഈ കാണുന്നതാണ് കേട്ടോ പാലംകടവ്. ചേറ്റുവയ്ക്കും വില്യംസ് നഗറിനിടയിൽ സ്ഥിതി ചെയ്യുന്നൊരു കടവാണത്. ചേറ്റുവ പാലം വരുന്നതിന് മുമ്പ് ഒരു പ്രധാന ചരക്ക് ക്രയവിക്രയ കേന്ദ്രമായിരുന്നു പാലംകടവ് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് പൊന്നാനിയിലേക്കും തൃശ്ശൂർക്കും കൊടുങ്ങല്ലൂർക്കും കൊച്ചിയിലേക്കും ചരക്കുകൾ കയറ്റിപ്പോയിട്ടുണ്ട്. വാഹന ഗതാഗതം പുരോഗമിച്ചു തുടങ്ങിയതോട് കൂടിയിട്ട് ഇതിൻ്റെ ഈ കടവിൻ്റെ പ്രസക്തി കുറഞ്ഞു പോയി എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ ഈ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് എൻ്റെ വർക്ക്. അത് കാരണമാണ് ഞാനിവിടെ നിന്ന് കയറി നോക്കിയത്. ഈ പാലംകടവെന്നുള്ള ആ പേര് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അങ്ങനെയാണ് ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയത്. വളരെ മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പീഡിയ മുറികളും ഒക്കെ പണിതിട്ടുണ്ട്. പണ്ട് കടവിൻ്റെ ഭാഗമായിട്ട് പണിതിട്ടാണ് പറയുന്നത്. അങ്ങനെ ഞാൻ സൈറ്റിലെത്തി. ഇപ്പം ഞാൻ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിലാണ്. ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൻ്റെ മെയിൻ്റെനൻസ്, പിന്നെ എൻ്റെ ഷിഫ്റ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കലാണ് ഇപ്പോൾ എൻ്റെ പണി. അങ്ങനെ ഞാൻ സൈറ്റിലെത്തി. അപ്പോൾ ഇവിടെ ഒരു ഡ്രെയിനിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലെ ഡ്രെയിൻ കോരണം അപ്പോൾ അവർ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രെയിൻ നമ്മൾ കുഴിക്കുമ്പോൾ അതിലൂടെ പൈപ്പ് ലൈനുകൾ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിലെ പോയിട്ടുണ്ട്. ഇതിലെ ഒരു ഗുരുവായൂർ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്. അപ്പോൾ അവൻ മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ വല്ലതും പോയിട്ടുണ്ടോ എന്ന് നമ്മുടെ എഞ്ചിനീയർ എന്നോട് ചോദിക്കുന്നേ. उधर भी है ना, उधर भी है ना लास्ट उस तरफ से पोस्ट का साइड से सीधा जाए. हाँ, ऐसा ना, ये साइड, ओ साइड, राइट साइड. ओके. അങ്ങനെ ഇവിടുത്തെ വർക്ക് ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എല്ലാം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോഴാണ് ഒരു 4 പൈപ്പുകളോളം അവർ പൊട്ടിച്ചിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തായാലും പൊട്ടും. ഡ്രെയിനിൻ്റെ എക്സ്കവേഷൻ നടത്തുമ്പോൾ പൊട്ടാറുണ്ട് സാധാരണ. പക്ഷെ നമ്മൾ ഭാഗ്യത്തിന് ഈ വലിയ പൈപ്പ് പൊട്ടിയില്ല. ഒരു 450 mm DI പൈപ്പാണ്. അത് കരുവന്നൂരിൽ നിന്ന് ഗുരുവായൂർക്ക് പോകുന്ന ലൈനാണ്. അത് ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല. വളരെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം രക്ഷപ്പെട്ടു. അത് പൊട്ടായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗുരുവായൂർ ഭാഗത്തേക്കുള്ള കംപ്ലീറ്റ് കുടിവെള്ളം അതിലൂടെയാണ് പോകുന്നത്. ഗുരുവായൂർ ഏരിയയിൽ കുടിവെള്ളം മുടങ്ങി ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പൈപ്പിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് ഞാൻ വിശേഷ എഞ്ചിനീയറിങ്ങിൻ്റെ ആൾക്കാരെ കാണാൻ പോയി. അവിടെ 2 സൂപ്പർവൈസർമാരുണ്ടായിരുന്നു. അവരായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ വൈകിട്ട് അവർ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. നല്ല ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ടാറിൽ മിക്സ് ചെയ്യുന്ന കെമിക്കലിൻ്റെ ലോറി ഉള്ളത്. അപ്പോൾ അവിടെ കെമിക്കൽ അത് ഭയങ്കരമായിട്ട് മെൽറ്റായിരിക്കുകയാണ്. അപ്പോൾ അത് സാധാരണ രീതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ വർക്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വേട്ടൻ വന്നിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററാണ്. അപ്പോൾ വിശ്വേട്ടനായിട്ട് ഞാൻ ചായ കുടിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവരെ കുറേ നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പക്ഷെ അവരെ കാണാനില്ല. കുറേ നേരം കാത്തിരുന്നപ്പോൾ അവരെത്തിയിട്ടാണ്. അവരതേ വന്നിറങ്ങിയിട്ടുണ്ട്. വർക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരം ഭയങ്കരമായിട്ട് ഇരുട്ടി. അപ്പോൾ വെറും 2 പൈപ്പ് മാത്രമേ ശരിയാക്കിയുള്ളൂ. 2 എണ്ണം ഇനിയും ബാലൻസ് ഉണ്ട്. വർക്ക് കഴിഞ്ഞിട്ട് ഞാനും വിശേഷനും പുഴയുടെ തീരത്തുള്ള വാട്ടർ ടാങ്കിൽ പോയിട്ട് അവിടുത്തെ വെള്ളത്തിൻ്റെ വാൽവ് തുറന്നിട്ടു. അപ്പോൾ വെള്ളം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ പുഴയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. എന്താ രസമല്ലേ. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടാണ്.